കേരളത്തിന്റെ സ്വപ്നം ട്രാക്കിൽ പ്രൗഢഗംഭീര സദസ്സിനെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി മെട്രോ നാടിന് സമർപ്പിച്ചു. പദ്ധതി സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രി പിണറായിയെയും കൊച്ചിയിലെ ജനങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാവിലെ 11:20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെട്രോ ഉദ്ഘാടനത്തിനായി കലൂർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലെത്തിയത്. മുഖ്യമന്ത്രി, ഗവർണർ, കേന്ദ്രമന്ത്രി തുടങ്ങിയ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ മെട്രോ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൊച്ചിയുടെ സാമ്പത്തിക പുരോഗതിക്ക് മെട്രോ സഹായകമാകും. പൊതുഗതാഗത ചരിത്രത്തിൽ നാഴികക്കല്ലാണ് കൊച്ചി മെട്രോ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. The project is also an example of environment-friendly development. It plans to meet nearly 25% of the entire energy requirements from renewable sources, particularly solar energy. The long-term plan is to become a zero-carbon emitting urban transit system. Every 6 pillar of the metro system will have a covered vertical garden which will substantially use urban solid waste. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യാത്രക്കാർക്കുള്ള കൊച്ചി 1 സ്മാർട്ട് കാർഡ് കേന്ദ്ര നഗരവികസന മന്ത്രി വെങ്കയ്യ നായിഡു പുറത്തിറക്കി. തുടർന്ന് വിശിഷ്ടാതിഥികൾക്ക് എല്ലാവർക്കും സ്മാർട്ട് കാർഡ് കൈമാറി. കൊച്ചി 1 ആപ്പിന്റെ ലോഞ്ചിംഗ് മുഖ്യമന്ത്രി പിണറായി മന്ത്രി തോമസ് ചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KV തോമസ് MP, ഡോക്ടർ E ശ്രീധരൻ, മേയർ സൗമിനി ജയൻ, KMRL MD ഏലിയാസ് ജോർജ് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കലൂർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി പാലാരിവട്ടം മുതൽ പത്തടിപ്പാലം വരെയും തിരിച്ചും മെട്രോയിൽ യാത്ര ചെയ്തു. പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയാണ് പ്രധാനമന്ത്രി കൊച്ചി മെട്രോ ഇന്ന് നാടിന് സമർപ്പിച്ചത്. കൊച്ചി മെട്രോ ഉദ്ഘാടന വേദിയിൽ നിന്നും KM ഉമേഷ്. ഏത് വികസന പദ്ധതിയും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിയും എന്നതാണ് മെട്രോ ഉദ്ഘാടനത്തിലൂടെ തെളിയിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിന്റെ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്ന എന്തിനേയും സർക്കാർ മറികടക്കുമെന്ന് കൊച്ചി മെട്രോ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് വികസന പ്രവർത്തനവും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവും എന്ന സന്ദേശമാണ് നാം ഇതിലൂടെ നൽകുന്നത്. ഇന്ത്യയിൽ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയായ മെട്രോയാണ് കേരളത്തിന്റേതെന്ന് കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി വെങ്കയ്യ നായിഡു അഭിനന്ദനമറിയിച്ചു. കേരള ഗവൺമെന്റിനെയും E ശ്രീധരനെയും മെട്രോയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും പേരെടുത്താണ് അദ്ദേഹം അഭിനന്ദനമറിയിച്ചത്. I am very happy. This is the fastest metro completed in record time. ഇന്ത്യയുടെ മെട്രോമാനായ E ശ്രീധരന്റെ അനിതരസാധാരണമായ നേതൃപാടവത്തെ പ്രശംസിച്ച മുഖ്യമന്ത്രിയുടെയും മെട്രോ MD ഏലിയാസ് ജോർജിന്റെയും വാക്കുകളെ വലിയ കരഘോഷത്തോടെയാണ് സദസ്സ് എടുത്തത്. കൊച്ചി മെട്രോ ആദ്യമായി നഗരത്തിന് മുകളിലൂടെ കൂകിപ്പായുന്നത് കാണാൻ നിരവധി പേരാണ് പാലാരിവട്ടം മുതൽ പത്തടിപ്പാലം വരെ തടിച്ചുകൂടിയത്. മെട്രോ പൊതുജനങ്ങൾക്കായി സർവീസ് നടത്തുന്ന തിങ്കളാഴ്ച തന്നെ കയറാമല്ലോ എന്ന സന്തോഷത്തിലാണ് പ്രദേശവാസികളുടെ പ്രതികരണങ്ങളുമായി സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ പ്രദേശവാസികളും വളരെയധികം സന്തോഷത്തിലാണ്. വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് കൊച്ചി മെട്രോയുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇവിടെ യാത്ര ചെയ്യാൻ ഒരുങ്ങവേ ഇവിടെ ചുറ്റും തടിച്ചുകൂടിയത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് കൊച്ചി മെട്രോ നമുക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു? എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവമൊക്കെ? ഉദ്ഘാടനം വളരെ നന്നായി വരട്ടെ എന്ന് വിചാരിക്കുന്നു. എത്രയും വേഗം നടക്കട്ടെ. കാര്യങ്ങളൊക്കെ വളരെ സന്തോഷപരമായിട്ട് ചെയ്യണം. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ വിലപ്പെട്ട ഒരു നേട്ടം തന്നെയാണിത്. കാരണം ഇനി കൊച്ചി തീർച്ചയായിട്ടും ഒരു ഡെവലപ്മെന്റ് മാറും, ഭയങ്കര ഡെവലപ്പാകും. ഇനി തിരക്കുകളെല്ലാം ട്രാഫിക് വളരെ കുറയും മെട്രോ വന്നതോടുകൂടി. എന്താണ് വളരെ നന്നായിരുന്നു. കൊച്ചി മെട്രോ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യക്ക് ഒരു അഭിമാനപ്പെട്ട ഒരു നല്ലൊരു കാര്യമാണ് കൊച്ചി മെട്രോ. സന്തോഷമായി. പിന്നെ കൊച്ചി മെട്രോയിലൂടെ പുതിയ കാലഘട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് സംസ്ഥാനം. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റമാണ് മെട്രോ യാഥാർത്ഥ്യമാകുന്നതിലൂടെ പ്രഖ്യാപിക്കുന്നത് എന്ന് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ KN ഹരിലാൽ അഭിപ്രായപ്പെട്ടു. കേരളത്തെ വ്യാവസായിക നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിനുള്ള പാതയൊരുക്കൽ കൂടിയാണ് ഇതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ കേരളം അഭിമാനത്തോടെയും കുറച്ച് അഹങ്കാരത്തോടെയും തന്നെ പറയുന്ന ഒരു പേരുണ്ട്. അതാണ് മെട്രോമാൻ എന്നറിയപ്പെടുന്ന E ശ്രീധരൻ. ആത്മാർത്ഥതയും സന്ധിയില്ലാത്ത പ്രൊഫഷണൽ ശൈലിയുമാണ് ഈ ലോകമറിയുന്ന എഞ്ചിനീയറുടെ കരുത്ത്. കൊച്ചി മെട്രോ ഉദ്ഘാടന വേദിയിൽ ആദ്യം E ശ്രീധരനെ ഒഴിവാക്കിയപ്പോൾ ഒരു ചെറുപുഞ്ചിരിയിൽ തന്റെ പ്രതികരണം ഒതുക്കി ആ മനുഷ്യൻ. ഹൃദയം പിടഞ്ഞത് നമ്മൾ മലയാളികൾക്കാണ്. കൊച്ചി മെട്രോ ശ്രീധരന്റെ മേൽനോട്ടത്തിലായിരിക്കുമെന്നറിഞ്ഞപ്പോൾ തോന്നിയ അതേ ആത്മവിശ്വാസം തന്നെയാണ് അതിന് കാരണം.
പണി റെക്കോർഡ് വേഗതയിൽ പൂർത്തിയാക്കി നിശ്ചയിച്ചതിലും കോടിക്കണക്കിന് രൂപ ലാഭിക്കാനായതിന്റെയും ഒക്കെ ക്രെഡിറ്റ് ഈ മനുഷ്യനുള്ളതാണ്. 1964 പാമ്പൻ പാലം 46 ദിവസത്തിനുള്ളിൽ പുനർനിർമ്മിച്ചായിരുന്നു ശ്രീധരന്റെ ജൈത്രയാത്ര. 1954 ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ച ശ്രീധരൻ 63 വർഷത്തെ ഔദ്യോഗിക ജീവിതം തുടരുമ്പോഴും വിശ്രമമില്ലാത്ത യാത്രകളിലാണ്. രാജ്യത്തെ ആദ്യ മെട്രോയായ കൊൽക്കത്ത മെട്രോയുടെ രൂപകൽപ്പന ശ്രീധരന്റേതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ആദ്യ കപ്പൽ റാണി പത്മിനിയുടെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കപ്പൽശാലയുടെ CMD ആയിരുന്നു അദ്ദേഹം. 7 വർഷവും 3 മാസവും മാത്രമെടുത്ത് 760 കിലോമീറ്ററുള്ള കൊങ്കൺ പാത പൂർത്തിയാക്കി. പിന്നീട് അത്യാധുനിക മെട്രോ എന്ന ദൌത്യവുമായി DMRCയിലേക്ക്. നിശ്ചിത സമയത്തിനും 2 വർഷവും 9 മാസവും ശേഷിക്കെ 10,500 കോടി ചെലവിൽ ദില്ലി മെട്രോയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി. 4.5 വർഷത്തിനുള്ളിൽ രണ്ടാം ഘട്ടവും. തുടർന്ന് ജയ്പൂർ, ലക്നൌ, വിശാഖപട്ടണം തുടങ്ങിയ മെട്രോകളുടെ മേൽനോട്ടവും നിർവഹിച്ചു. പച്ചാളം റെയിൽവേ പാലത്തിലും ഇടപ്പള്ളി മേൽപ്പാല നിർമ്മാണത്തിലും കാണാം ആർക്കും അനുകരിക്കാനാകാത്ത ആ ശ്രീധരൻ ടച്ച്. നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ കോടികൾ ലാഭം ശേഷിപ്പിച്ച് കൃത്യതയോടെ പണി പൂർത്തിയാക്കുകയാണ് ശ്രീധരൻ ശൈലി. കൊച്ചി മെട്രോയിലൂടെ ശ്രീധരൻ നൽകിയ ആത്മവിശ്വാസമാണ് കോഴിക്കോട് തിരുവനന്തപുരം മോണോ റെയിലിന്റെയും തെക്കുവടക്ക് അതിവേഗ റെയിൽപാതയുടെയും നിർമ്മാണത്തിലേക്ക് കേരളത്തെ എത്തിച്ചത്. ലോകത്തിനു മുന്നിൽ നമ്മുടെ അഭിമാനമായ 85-ലെത്തി നിൽക്കുന്ന ഈ പൊന്നാനിക്കാരന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കും. ആത്മാർത്ഥതയുടെയും ആത്മസമർപ്പണത്തിന്റെയും ഒന്നിനോടും സന്ധി ചെയ്യാത്ത പ്രൊഫഷണലിസത്തിന്റെയും വിശ്രമമില്ലാത്ത യാത്രയാണ് ജീവിതമെന്ന്. ന്യൂസ് ഡെസ്ക്. പഴുതടച്ച സുരക്ഷാ സംവിധാനമൊരുക്കിയാണ് കൊച്ചി മെട്രോ കുതിച്ചത്. സ്റ്റേഷനുകളും ട്രെയിനുകളും പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലാണ്. വനിതകൾ ഉൾപ്പെടെ 600ഓളം പേരെയാണ് സുരക്ഷാ ഗാർഡുകളായി നിയോഗിച്ചത്. യാത്രക്കാരെ വരവേൽക്കാൻ പൂർണ്ണ സജ്ജമായിരിക്കുന്ന മെട്രോ സ്റ്റേഷനുകളിൽ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ സ്റ്റേഷനുകളിലും 30ഓളം CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ട്രെയിനുകൾക്കകം പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലാണ്. മറ്റൊരു സവിശേഷതയും മെട്രോയ്ക്കുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ കൊച്ചി മെട്രോയിലെ ഏതൊരു യാത്രക്കാരനും ഡ്രൈവറുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത്. വനിതകളും ഇതര സംസ്ഥാനക്കാരും ഉൾപ്പെടെ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച 600-ൽ പരം ജീവനക്കാർ ഓരോ സ്റ്റേഷനിലും സജീവമാണ്. കൂടാതെ സംസ്ഥാന പോലീസ് സേനയിൽ നിന്നും 138 പേരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. പരാതിയോ നിർദ്ദേശങ്ങളോ അറിയിക്കാനായി ടോൾ ഫ്രീ നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സദാനേരവും ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി പ്രവഹിക്കുന്ന മെട്രോ ട്രാക്കിൽ അത്യാവശ്യ ഘട്ടം വരുമ്പോൾ പവർ ഓഫ് ചെയ്യാനുള്ള പ്രത്യേക സ്വിച്ചും സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭിന്നശേഷി സൗഹൃദമാണ് കൊച്ചി മെട്രോ. കൂടാതെ ഗർഭിണികളും വൃദ്ധരും ഉൾപ്പെടുന്ന ശാരീരിക അവശതയുള്ളവർക്ക് പ്രത്യേക സൗകര്യങ്ങളും മെട്രോയിലുണ്ട്. മെട്രോ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും അംഗപരിമിതർക്ക് പരാശ്രയമില്ലാതെ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പ്രത്യേകമായ ടിക്കറ്റ് കൗണ്ടർ, മുൻഗണനാ ഏരിയ തുടങ്ങിയവ. കൂടാതെ കാഴ്ചവൈകല്യമുള്ളവർക്കായി പ്രത്യേക നടപ്പാതകളുമുണ്ട്. കണ്ണു കാണാത്ത ആൾക്കാർക്കുള്ള ടെക്ടൈൽ ടൈൽസ് ഉണ്ട്. എൻഡ് ടു എൻഡ് സ്റ്റേഷനിൽ എൻ്റർ ചെയ്യണ തുടങ്ങി തിരിച്ച് ട്രെയിനിൽ കയറി പുറത്തിറങ്ങുന്നവരെ കംപ്ലീറ്റ് ടെക്ടൈൽസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ വീൽ ചെയറിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ലിഫ്റ്റ് സൗകര്യമുണ്ട്. ഇവർക്കായി പ്രത്യേക പ്രവേശന ഗേറ്റും സജ്ജമാണ്. യാത്രക്കാർക്കുള്ള പ്രവേശന ഗേറ്റാണിത്. സാധാരണ യാത്രക്കാർക്ക് ഇത്തരത്തിലുള്ള ഗേറ്റാണ് ഉപയോഗിക്കുക. ഒരു സൈഡിലേക്ക് മാത്രമേ ഇത് തുറക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ വൈകല്യമുള്ളവർക്ക് വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്കെല്ലാം തന്നെ ഈ ഗേറ്റാണ് ഉപയോഗിക്കുക. ഇത് 2 സൈഡിലേക്കും ഒരേ സമയം തന്നെ തുറക്കാൻ കഴിയും. വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്ക് യാത്ര ഏറെ സൗകര്യപ്രദമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ശാരീരിക അവശതയുള്ളവർക്ക് ഇനിയുമുണ്ട് സൗകര്യങ്ങൾ. പ്രത്യേക പരിഗണന വേണ്ടവർക്കായി പ്രത്യേകമായിട്ടുള്ള സീറ്റുകളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. വാതിലിനോട് തൊട്ടരികിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇത്തരക്കാർക്ക് ഏറെ സൗകര്യപ്രദമാണ്. കൊച്ചി മെട്രോയിൽ നിന്ന് അഭിലാഷ് നിലമ്പൂരിനും KM രഞ്ജിത്തിനുമൊപ്പം സമീർ വടങ്ങോട്. കൊച്ചി മെട്രോ നാടിന് സമർപ്പിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ മാത്രമേ സർവീസ് നടത്താനാകൂ. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ആകാംക്ഷയോടെയാണ് ആദ്യ ദിനം തന്നെ കൊച്ചി മെട്രോയുടെ യാത്രാ സൗന്ദര്യം ആസ്വദിക്കാൻ കാത്തിരിക്കുന്നത്. മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കാരമായത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കൊച്ചി നഗരത്തിന് മുകളിലൂടെ കന്യാത്ര നടത്താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. സ്വന്തം മണ്ണിൽ സ്വന്തം മെട്രോയിൽ അഹങ്കാരത്തോടെ യാത്ര ചെയ്യാൻ ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമല്ലോ എന്ന വിഷമവും അവർക്കുണ്ട്. പൊതുജനങ്ങൾക്കായി സർവീസ് ആരംഭിക്കുന്ന തിങ്കളാഴ്ച തന്നെ മെട്രോയുടെ യാത്രാ സൗന്ദര്യം ആസ്വദിക്കാനുള്ള തീരുമാനത്തിലാണ് എല്ലാവരും. പിന്നെ മൺഡേ തന്നെ കയറണം തീർച്ചയായിട്ടും. ഇനി കൊച്ചി തീർച്ചയായിട്ടും ഒരു ഡെവലപ്മെന്റ് മാറും. ഭയങ്കര ഡെവലപ്പാകും. ഇനി തിരക്കുകളെല്ലാം വളരെ, ട്രാഫിക് വളരെ കുറയും മെട്രോ വന്നതോടുകൂടി. നമ്മുടെ ഇന്ത്യക്ക് ഒരു അഭിമാനപ്പെട്ട ഒരു നല്ലൊരു കാര്യമാണ് കൊച്ചി മെട്രോ. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കൊച്ചി മെട്രോയുടെ കന്നിയാത്ര കാണാൻ എത്തിയിരുന്നു.
മലയാളികളുടെ ചിരകാല സ്വപ്നത്തിന് ചിറക് വിരിച്ച നിമിഷങ്ങൾക്ക് സാക്ഷികളാവാൻ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. കൊച്ചി മെട്രോ കണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടമായോ? മെട്രോ കയറണ്ടേ? എന്നാ കയറണ്ടേ മെട്രോയില്? മെട്രോ പോണുണ്ടോ? എന്ത് തോന്നി? സന്തോഷമായോ? സന്തോഷമായി. നമുക്കൊരു സ്വപ്ന പദ്ധതിയായിരുന്നു. അത് വന്നതിൽ നമ്മുടെ കൊച്ചിക്കാർക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഈ രണ്ടാം ഘട്ടമായ ശ്രീധരനെയും കൂടി ഉൾപ്പെടുത്തി കൊച്ചി മെട്രോ മുന്നോട്ട് പോകണമെന്നാണ് ഒരു പ്രവർത്തനം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. നാളെ 4 മണി തൊട്ട് കാർഡുള്ള ടിക്കറ്റ് ഉണ്ട്. 4 മണി തൊട്ട്. മലയാളത്തിന് അഭിമാനമായി കൊച്ചി മെട്രോ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനി കൊച്ചിയിലെത്തുന്നവർക്ക് നഗരത്തിന്റെ ആകാശവിസ്മയങ്ങൾ കണ്ട് മടങ്ങാം. ക്യാമറമാൻ സിയാദിനൊപ്പം സിബി ജോസഫ്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന യാത്രയിൽ പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്ത കുമ്മനം രാജശേഖരനെതിരെ സോഷ്യൽ മീഡിയയിൽ പരിഹാസം. സുരക്ഷാ ക്രമീകരണങ്ങളെ അട്ടിമറിച്ച് വലിഞ്ഞു കയറിയാണ് കുമ്മനം മെട്രോയിൽ യാത്ര ചെയ്തത് എന്ന് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നുണ്ട്. കുമ്മനത്തിന്റെ ആളാകൽ ശ്രമത്തെ കുമ്മനം പ്രാഞ്ചി എന്ന ഹാഷ്ടാഗ് സഹിതമാണ് പരിഹസിക്കുന്നത്. എന്നാൽ വലിയ തരത്തിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമ്പോഴും പ്രോട്ടോകോൾ ലംഘനമാണ് നടന്നത് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. മിനിസ്റ്റർ കടകംപള്ളി അടക്കം ഇക്കാര്യത്തിൽ FB പോസ്റ്റ് കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷീജ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. ഷീജ, ഇതിൽ പ്രോട്ടോകോൾ ലംഘനം നടന്നു, ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടല്ലോ. എന്താണ് പുതിയ ഡെവലപ്മെന്റ്? അരുൺ, പ്രധാനമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സംസ്ഥാനത്ത് ഒരു പ്രധാനമന്ത്രി എത്തുമ്പോൾ അതിൽ കൃത്യമായി പാലിക്കേണ്ട പ്രോട്ടോകോൾ കാര്യങ്ങൾ വ്യക്തമായും പറയുന്നുണ്ട്. ഇന്ന് സംഭവിച്ചത് കാര്യങ്ങളിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കുമ്മനത്തിന്റെ BJP സംസ്ഥാന അധ്യക്ഷന്റെ മെട്രോയിലെ യാത്ര തന്നെയാണ്. പ്രധാനമന്ത്രിക്കൊപ്പം, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ മെട്രോയിലെ യാത്രയ്ക്ക് ആരൊക്കെ പ്രധാനമന്ത്രിക്കൊപ്പം കയറും എന്നുള്ളത് സംബന്ധിച്ച് സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ള പട്ടികയിൽ കുമ്മനത്തിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിൻ പ്രകാരം ഇത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയതെങ്കിൽ, ഈ ലിസ്റ്റിൽ കുമ്മനത്തിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ഒരു പ്രധാനമന്ത്രി എത്തുമ്പോൾ സാധാരണഗതിയിൽ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നും ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തുന്നു. ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ഇന്ന് കണ്ട കാഴ്ച എന്ന് പറയുന്നത് BJPയുടെ നേതാക്കൾ വലിയ ഒരു നിരയായി അവിടെ എത്തി എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രത്യേക അനുമതി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനം നൽകിയത് 28 പേരടങ്ങുന്ന ഒരു പട്ടികയാണ് സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നൽകിയത്. എന്നാൽ ഇതിൽ നിന്നും സ്ഥലം MLAയെയും MP-യെയും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു പുതിയ ലിസ്റ്റ് വന്നത്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നതാകട്ടെ സംസ്ഥാനത്ത് നിന്നും ഗവർണർ, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP, അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ, മേയർ, കമ്മീഷണർ, ഇത്രയും പേർക്ക് പുറമെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് BJP നേതാക്കളായിരുന്നു പൂർണ്ണമായും. അതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മുതൽ അവിടുത്തെ എറണാകുളത്തെ ജില്ലാ ഭാരവാഹി വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ ഉൾപ്പെട്ടപ്പോൾ പോലും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം പോലും ഇതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സ്ഥലം MLAയെയും MP-യും ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് ഒരു കത്തും അയച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്ഥലം MP-യെ ഉൾപ്പെടുത്താം എന്നൊരു മറുപടി ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് MP ഇന്ന് ആ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തത്. പക്ഷേ ഇത്തരത്തിൽ ഒരു ലൈനപ്പ് ലിസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകുമ്പോൾ പോലും വ്യക്തമായും ഒരു പ്രോട്ടോകോൾ ലംഘനം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ BJP നേതാക്കളെ പോലും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മെട്രോ യാത്രയിൽ കുമ്മനം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതാണ് സംസ്ഥാനത്തിൽ ലഭിച്ച പട്ടികയിൽ പോലും കുമ്മനത്തിന്റെ പേര് ഉണ്ടായിരുന്നില്ല. പ്രോട്ടോകോൾ ലംഘനം നടത്തിക്കൊണ്ട് തന്നെയാണ് കുമ്മനം യാത്രയിൽ പങ്കുചേർന്നത്. ഭരണഘടനാപരമായി പോലും ഒരു സ്ഥാനം വഹിക്കാത്ത, ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത കുമ്മനം രാജശേഖരൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനുള്ളിൽ നുഴഞ്ഞു കയറിയത്? ഈ സുരക്ഷാ വീഴ്ചയിൽ പഴുതുണ്ടാക്കിയത് എങ്ങനെയാണ്? ഇക്കാര്യത്തിൽ ഗൗരവതരമായ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായും അതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നൽകിയ പട്ടികയാണ് പ്രധാനമായും ഉദ്ധരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ സംസ്ഥാനം നൽകിയ പട്ടികയ്ക്ക് അതീതമായിട്ടുള്ളവരാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഉൾപ്പെടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. നമുക്കറിയാം, ഇതിനു മുൻപും പലതവണ പ്രധാനമന്ത്രി, ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപുള്ള പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ഇവിടെ സംസ്ഥാനത്തെത്തുമ്പോൾ ഒരിക്കലും ആ ഭരണകക്ഷിയിലെ ആ പാർട്ടിയിലെ
സംസ്ഥാന അധ്യക്ഷന്മാർ ചെല്ലുക, സ്വീകരിക്കുക, അത്തരത്തിൽ ഒരു കീഴ്വഴക്കം ഇതുവരെയും ഉണ്ടായിരുന്നില്ല. കാരണം അത് വ്യക്തമായും പ്രോട്ടോകോൾ ലംഘനമാണ്. പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാനത്തിന്റെ ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ആ പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്. ആ രീതിയിൽ കാര്യങ്ങൾ ഉള്ള ലിസ്റ്റാണ് സംസ്ഥാനം മുന്നോട്ട് വെച്ചത്. എന്നാൽ സംസ്ഥാനത്തിന്റെ പട്ടിക വെട്ടിക്കൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത്തരത്തിലൊരു ലൈനപ്പ് പട്ടിക നൽകിയത്. നമുക്കറിയാം, പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തുമ്പോൾ പ്രധാനമായും സ്വീകരിക്കാൻ കുറച്ചുപേർ മാത്രമാകും ഉണ്ടാവുക. മറ്റുള്ളവർക്ക് അവിടെ ഒരു പവലിയൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ പവലിയനിലായിരിക്കും ഇത്തരത്തിൽ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തുക. അവിടേക്ക് പ്രധാനമന്ത്രി എത്തി അവരെ എല്ലാവരെയും കാണുന്നതാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ട് ഒരു ലൈനപ്പ് ലിസ്റ്റാണ് ഇത്തവണ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ളത്. ആ ലിസ്റ്റിൽ പ്രകാരം BJP നേതാക്കളായിരുന്നു അതിൽ അധികവും. സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേവലം 8 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 10-ലധികം പേരാണ് BJP നേതാക്കൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊന്നാണ് ഈ പട്ടികയിൽ ഇടം നേടാത്ത, പ്രത്യേകിച്ച് മെട്രോ യാത്രയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഇടം നേടാത്ത, പട്ടികയിൽ ഇല്ലാതിരുന്ന സംസ്ഥാന അധ്യക്ഷൻ BJPയുടെ കുമ്മനം രാജശേഖരൻ ഇടം പിടിച്ചത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. മെട്രോ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്ത BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ യാത്ര പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. അത് വിവാദത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. കൊച്ചി മെട്രോയെ പശ്ചാത്തലമാക്കി അണിയറയിൽ ചിത്രം ഒരുങ്ങുന്നു. അറബിക്കടലിന്റെ റാണി ദ മെട്രോ വുമൻ എന്ന പേരിട്ടിരിക്കുന്ന ഈ സിനിമയിൽ റിമ കല്ലിങ്കലാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. M പത്മകുമാറും S സുരേഷ് ബാബുവും ചേർന്നാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സിനിമാ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. കൊച്ചി മെട്രോ പശ്ചാത്തലമാക്കി മലയാള സിനിമ വരുന്നു. റിമ കല്ലിങ്കലാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മലയാളത്തിലെ ഒരു പ്രമുഖ സൂപ്പർ താരം E മാധവൻ എന്ന മെട്രോമാന്റെ വേഷത്തിലെത്തും എന്നാണ് അണിയർ പ്രവർത്തകർ നൽകുന്ന സൂചന. മെട്രോമാന്റെ കടുത്ത ആരാധികയായ PK ലളിത എന്ന തൃപ്പൂണിത്തുറക്കാരി സെയിൽസ് ഗേളിനെയാണ് റിമ കല്ലിങ്കൽ അവതരിപ്പിക്കുന്നത്. മെട്രോമാനെ PK ലളിത കാണാൻ നടത്തുന്ന ശ്രമങ്ങളും അതിന്റെ പരിണിത ഫലവും പെൺകുട്ടിയുടെ ജീവിതവും കൊച്ചി നഗരത്തിന്റെയും കഥയുമാണ് സിനിമയാകുന്നത്. മെട്രോ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്ന 17-ന് തന്നെ സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാകും. അറബിക്കടലിന്റെ റാണി ദ മെട്രോ വുമൺ എന്ന പേരിൽ M പത്മകുമാറും തിരക്കഥാകൃത്ത് S സുരേഷ് ബാബുവും ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കഥയും തിരക്കഥയും സംഭാഷണവും S സുരേഷ് ബാബുവും MU പ്രദീപും ചേർന്ന് നിർവഹിക്കുന്നു. അനൂപ് മേനോൻ, അലൻസിയർ, ഷീലു എബ്രഹാം, സൃന്ദ എന്നിവർ മറ്റു വേഷങ്ങളിലെത്തുന്നു. ക്രിസ്മസ് റിലീസ് ലക്ഷ്യം വെക്കുന്ന ഈ ചിത്രം VG ഫിലിംസ് ഇന്റർനാഷണലാണ് നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ഇനി ഖുർആൻ വചനങ്ങൾ. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ബഹുമാന്യരായ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ മാതാപിതാക്കളെ പരിപാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഒരു വചനം, നമുക്കതിൻ്റെ അർത്ഥം പറയാം. ദൈവം തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്നു അവനെ മാത്രം ആരാധന നിർവഹിക്കുവാൻ. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ നേരുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ പറയാം, മാതാപിതാക്കൾക്ക് നന്മ നേരുക. തുടർന്ന് അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഈ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ അടുക്കൽ വാർദ്ധക്യം ബാധിച്ചാൽ, നിങ്ങൾ ജീവിച്ചിരിക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ വൃദ്ധരായി നിങ്ങളുടെ അടുക്കൽ ഉണ്ടാവുമ്പോൾ അവരോട് നിങ്ങൾ ഛേ എന്ന് പറയാൻ പാടില്ല, അരുത് എന്ന് അവരോട് നിങ്ങൾ പറഞ്ഞേക്കരുത്. അവർക്ക് മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു പദപ്രയോഗവും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അവരെ നിങ്ങൾ അകറ്റാൻ പാടില്ല.